ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മുടെ കൺവെൻഷന്റെ അവസാനത്തെ 2 ദിവസങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നാളെ തീരുവാണോ? നാളെ തീരുവാണോ കൺവെൻഷൻ? സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പലതിനോർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരി ശുഭ്ര വസ്ത്രധാരികൾ ഉണ്ടല്ലോ, വെള്ളയുടുപ്പുകാർ, ഈശോട് ചേർന്ന് നിൽക്കുന്ന കുറെ മനുഷ്യരാണ്. ഉള്ളു വെള്ളയാണല്ലോ ഇല്ലേ? അതികളെ തന്നോട് ചോദിക്കണം. ഞാനും വെള്ളയിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ, പുറത്ത് വന്ന് തട്ടിത്തെറിച്ച് വചനം മിസ്സായി പോവല്ല, നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ച് 30 60 അല്ല 100 മേനി ഫലം ചൂടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇവിടെ സൗരങ്ങൾ നമുക്കിന്ന് വളരെ കുറച്ച് സമയം റാവ്സനച്ചൻ പറയുന്നതിനെ കുറിച്ച് മുന്നോടിയായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് പറഞ്ഞ് വിട്ടുപോവാണ്. നമുക്ക് ഈശോ നന്ദി, വലിയൊരു അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു യാത്രയുടെ ഇടവേളയിലാണ്. യാത്രയുടെ ഇടവേള എന്ന് വെച്ചാൽ സുവിശേഷ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ളൊരു യാത്രയുടെ ഇടവേളയിലാണ്. അച്ഛൻ കുറേ നാൾ മുമ്പേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദിവസം മാത്രമേ ഫ്രീ ആയിട്ട് കിടപ്പുള്ളായിരുന്നു. അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ വന്നു. നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നു വെച്ചാൽ കുറച്ച് പേര് മാത്രം, ബാക്കി എനിക്ക് കാണാൻ പറ്റുന്നില്ല. കുറേ പേരുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിന്ന് ഒരു കുഞ്ഞു കാര്യം മാത്രം ചിന്തിക്കാൻ വേണ്ടിയാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുക്കിയപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞു കാര്യം. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു ചാക്രിക ലേഖനം, ഇങ്ങനെ ഒരു അപ്പസ്തോലിക ലേഖനം ഇങ്ങനെ വായിക്കാറുണ്ടായി. അത് ലത്തീൻ ഭാഷയിലാണ് അതിന്റെ കവർ, അതിന്റെ ടൈറ്റിൽ. എനിക്കതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടും നിങ്ങൾക്കത് മനസ്സിലാകുകയില്ലാത്തതുകൊണ്ടും അതിന്റെ ഉള്ളിൽ തുടങ്ങി വെച്ചൊരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് എഴുതിയതിൽ വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഒരു ലിറ്റർജി, നമ്മുടെ ആരാധനക്രമത്തോടൊക്കെ അതിനെ ഒന്ന് സമീപിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന വലിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കുഞ്ഞു കാര്യം, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൺവെൻഷനൊക്കെ വരുന്നവരോട് അത് ചോദിക്കുന്നത് നാണക്കേടാണ്. എന്നാലും നിങ്ങൾ കുറെ പേര് കൊണ്ടുവന്നിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കളിയാക്കിയതാണ്. ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഈസ്റ്റർ കാലത്ത്, വലിയ നോമ്പിന്റെ സമയത്തൊക്കെ ഒത്തിരിയധികം വായിച്ച് ധ്യാനിച്ച കുറെ വചനഭാഗങ്ങളിൽ ഒന്നാണ് ഈശോ പെസഹായിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതും ഈശോ തന്റെ സ്നേഹം തന്റെ ജനത്തോട്, തന്റെ ശിഷ്യന്മാരോടൊക്കെ വെളിപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ ഒരുപാട് വായനകളും ധ്യാനങ്ങളും ഒക്കെ നമുക്ക് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ചുണ്ടായി. ആ ഒരു വചനഭാഗത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ഈ ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ചെന്ന് വായിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. സാഹചര്യം ഏതാന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഹലോ, തലയൊക്കെ അനക്ക്. നല്ല വെള്ളയെടുപ്പ് നല്ലതാണ്, തല അനക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സമയമായപ്പോൾ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഏതാ സിറ്റുവേഷൻ എന്നറിയാലോ? അന്ത്യത്താഴ വേളയാണ്. ഇനി 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയാണ്, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കുന്നതിന്, ഈ അത്താഴം കഴിക്കുന്നതിന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ നോമ്പുകാലത്ത് നമ്മുടെ സിറോ മലബാർ സഭയിലെ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ UK-യിൽ ഒരു 8-9 പള്ളികളിലെ ധ്യാനത്തിലാണ്. ആ സമയത്ത് നമ്മുടെ അവിടുത്തെ പിതാവ് ശ്രാമ്പിക്കൽ പിതാവാണ്. പിതാവ് എൻ്റെ കൂടെ ഒരു ധ്യാനം കൂടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിതാവാണ് എൻ്റെ മുമ്പിലേക്ക് ഈ ലേഖനം പരിചയപ്പെടുത്തിയത്. എന്നിട്ട് പിതാവ് തന്നെ പറഞ്ഞതാണ്, അച്ഛാ, നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ ഒരാഗ്രഹം ഉണ്ടല്ലോ, ശരിയല്ലേ? നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ ഒരാഗ്രഹമുണ്ട്. വചനം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്, ആരാധിക്കാൻ ഇഷ്ടമാണ്, വിശുദ്ധ ബലി അർപ്പിക്കാൻ ഇഷ്ടമാണ്, ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം പേഴ്സണൽ പ്രെയർ ഒക്കെ നടത്താൻ, വചനം വായിക്കാൻ എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കൺവെൻഷൻ വരുമോ? ഇല്ല. നിങ്ങൾക്ക് ഈശോയുടെ അടുത്തിരിക്കാനും ഈശോയെ കേൾക്കാനും ആഗ്രഹമുണ്ട്. ഈ വചനം നല്ലപോലെ ശ്രദ്ധിക്കണം. 15-ാം വാക്യം, അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ഇങ്ങനത്തെ ഒരു മുഖം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. പ്രത്യേകിച്ച് തമ്പുരാന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അത് നിങ്ങളൊരു വൈദികനാവട്ടെ, സന്യസ്തയാവട്ടെ, നിങ്ങളൊരു അൽമായ പ്രേക്ഷിതയാവട്ടെ, ഒരു മിനിറ്റ് ഈശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആയുസ്സിൽ ഒരു മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഈശോയുടെ ഒരു മുഖമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഈശോയും ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ.
ചുമ്മാ ആഗ്രഹമൊന്നുമല്ല. നമ്മൾ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വചനം നമ്മളോട് പറയാണ്, നിങ്ങളോ കൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെ ആഗ്രഹിച്ചു? അത്യധികം ആഗ്രഹിച്ചു. വല്ലാത്തൊരാർത്തിയോടെ ഈശോയ്ക്ക് ഒരാഗ്രഹം നമ്മുടെ കൂടെ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം, മുന്നോട്ടുള്ള യാത്ര, ഒരുപക്ഷെ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ ഇരിക്കുമ്പോൾ ഈ ഏറ്റെടുത്ത ശുശ്രൂഷയുടെ പേരിലോ, നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിന്റെ പേരിലോ, നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന്റെ പേരിലോ ഒക്കെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന, ചങ്ക് തുളച്ചു കയറുന്ന വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇട്ടേച്ച് പോകണം തോന്നിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ശുശ്രൂഷ ഇട്ടേച്ച് പോകണം, ഈ പരിപാടി ഇട്ടേച്ച് പോകണം, കുടുംബത്തെ ഇട്ടേച്ച് പോകണം, മടുത്തു, സങ്കടപ്പെട്ടു, ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഈശോയോട് ഒത്തിരി തവണ ചങ്ക് നിലവിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ കൂടെ ഉണ്ടാവണം, എന്നോട് സംസാരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ വളരെയധികവും, നിങ്ങളെ അത്രയധികം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ അഹങ്കാരം കൊണ്ട് പറയാണ്, എന്നെ വളരെയധികവും നിങ്ങളെ കുറച്ചും സ്നേഹിക്കുന്ന എന്റെ ഈശോ, അഹങ്കാരിയായ ജിൻസച്ചൻ, എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെയാണ് നിങ്ങളെക്കാട്ടും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ വേണേ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞോ. ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, ഞാനിത് പറയുന്നത് ഒരു പ്രസംഗമായിട്ട്, വചനപ്രഘോഷമായിട്ടല്ല, എൻ്റെ ചങ്കിന്റെ ആഴത്തിൽ കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയാണ്. എൻ്റെ കൂടെ ഇരിക്കാൻ ഈശോ അത്യധികം ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോ, നിങ്ങൾ സങ്കടപ്പെട്ടു പോകുമ്പോ, നിങ്ങൾ മടുത്തു പോകുമ്പോ, മതി എന്നൊക്കെ തോന്നുമ്പോ, കണ്ണുനീരിന്റെ വലിയ പാത്രം നിങ്ങൾ കുടിക്കുമ്പോ, മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോ, ഒരാൾ നിങ്ങളോട് പറയാണ്, നിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഈ എഴുതി വെച്ച വചനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം പിടികിട്ടിക്കോണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പരീക്ഷയുടെ സമയത്തോ, ജോലി മേടിക്കാൻ പോകുന്ന സമയത്തോ, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തോ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറയണ്ട ഈ കാര്യത്തിന്. നമ്മൾ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടില്ല, ആരും കൂടെ ഇല്ല, സഹായിക്കാൻ ആരുമില്ല, ഈ ശുശ്രൂഷ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന എന്റെ അധ്വാനം ആരും കാണുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോരം തവണ ചങ്ക് പൊട്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ആരും കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഒരാൾ, നിങ്ങളുടെ ജീവിത പങ്കാളി പറഞ്ഞിട്ടില്ല, മക്കൾ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ആത്മീയ നേതൃത്വം തരുന്നവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. പക്ഷെ ഒരാൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് പറയാണ്, ഈ പെസഹ നീ കഴിക്കുന്ന ഈ അപ്പം, നീ കുടിക്കുന്ന ഈ പാനപാത്രം, അത് സന്തോഷത്തിന്റെ ആവട്ടെ, സങ്കടത്തിന്റെ ആവട്ടെ, നിന്റെ കൂടെ ഇത് കഴിക്കാൻ, നിന്റെ കൂടെ ഇരിക്കാൻ കുഞ്ഞെ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കൂടെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ രണ്ടും ഉയർത്തി ഒരു 3 ക്ലാപ്പ് എണ്ണി. അയ്യോ 4-5 ഒക്കെ ആയി, നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ 3. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കുറച്ച് സമയം ഞാൻ സംസാരിക്കുന്നുള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് മതിയും തോന്നുന്നു. ഇത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊന്ന് തിരിച്ചറിയണം. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമാണ്. നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന ഒരച്ഛനായിട്ടല്ല, ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച ഒരച്ഛനായിട്ടാണ് പറയുന്നത്. ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് അനവധി സങ്കടങ്ങൾ, വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ, ഓരോ സ്റ്റേജിൽ നിന്ന്, ഓരോ അൾത്താരയിൽ നിന്ന് മറ്റൊരു അൾത്താരയിലേക്ക്, വചനവേദിയിലേക്ക് പോകുമ്പോൾ എന്നെ പ്രചോദിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാനത് എഴുതി തരാം. എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, എന്റെ കൂടെ ഇരിക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ളതല്ല, എന്റെ കൂടെ ഇരിക്കാൻ ഒരാൾ അതിയായി ആഗ്രഹിക്കുന്നു. ആ ഈശോ എന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ പണി വിട്ട് പോവില്ല സാർ. പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ മുമ്പിലിരിക്കുന്ന ഒത്തിരി പേര് അൽമായ ശുശ്രൂഷ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങളുടെ കൂടെ പിതാവ് ഉണ്ടാവില്ല, നിങ്ങളുടെ കൂടെ അച്ഛന്മാരുണ്ടാവില്ല, നിങ്ങളുടെ കൂടെ സിസ്റ്റേഴ്സ് ഉണ്ടാവില്ല, നിങ്ങളുടെ കൂടെ ധ്യാനഗുരുക്കന്മാരുണ്ടാവില്ല. ആർക്ക് വേണം സാർ? ആർക്ക് വേണം? ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പനുണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ മുമ്പോട്ട് നടക്കണം. തോൽപ്പിക്കാൻ, നടക്കാൻ ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, ചവിട്ടി താഴ്ത്താൻ ആളുകളുണ്ട്, പള്ളി നിരങ്ങി എന്ന് പറഞ്ഞ് കളിയാക്കാൻ ആളുകളുണ്ട്. പക്ഷെ നിന്നെ നോക്കി നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ഒരാൾ ഉള്ളത് കൊണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എടുത്തു പിടിച്ച ഒരു ജപമാല, നെഞ്ചോട് ചേർത്ത് പിടിച്ച വിശുദ്ധ ഗ്രന്ഥം, പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും
ആളുകൾ മനസ്സിലാക്കിയില്ല, ആളുകൾ തെറ്റിദ്ധരിച്ചു. കള്ളപ്രാർത്ഥന എന്ന് പറഞ്ഞു, കള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞു, കുടുംബം നോക്കാണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്റെ കുടുംബം നോക്കിക്കൊണ്ട് ഒരാൾ ഉള്ളപ്പോ ഞാൻ അവന്റെ കാര്യം നോക്കിക്കൊണ്ട് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ അതിയായി ആഗ്രഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂടെ ഇരിക്കാൻ. നിങ്ങൾ എന്ത് തന്നെ ചെയ്തു, നിങ്ങളുടെ ജോലി, ശുശ്രൂഷ, പഠനം, there is someone who is earnestly desiring, അത്ര അധികമായി തീവ്രമായി നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടി, പറ, നല്ല ഉറക്കെ പറയണം, മുറുക്കെ അവരുടെ കണ്ണിലും മൂക്കിലും എല്ലാം നോക്കിയിട്ട് പറ, നിന്റെ കൂടെ ഇരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു, തീവ്രമായി ആഗ്രഹിക്കുന്നു. പറഞ്ഞേ. അയ്യോ, ഇങ്ങനെ പുറപുറത്ത് അവർ ഉറങ്ങിപ്പോകും. നല്ല ഉറക്കെ പറ, നിന്റെ കൂടെ ഇരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു, തീവ്രമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സങ്കടപ്പെട്ടു പോകല്ല. പ്രോത്സാഹനങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ, പരിഗണന കിട്ടാത്തതിന്റെ പേരിൽ, നിങ്ങൾ ചെയ്ത നന്മകൾ ആളുകൾ കാണാതെ പോയതിന്റെ പേരിൽ തോറ്റുപോകരുത്, ഇട്ടേച്ച് പോകരുത്. അഗസ്റ്റിൻ അച്ഛനെ ഈ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര പേര് അഗസ്റ്റിൻ അച്ഛനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഈ അധ്വാനം ആരും കാണാണ്ട് പോകും. ഇതിന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാർ, ഈ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിന്നവർ, ആരും ചിലപ്പോൾ പറയില്ല നിങ്ങൾ നന്നായിട്ട് ചെയ്തു, നിങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത് നല്ലതായത്. സിസ്റ്റേഴ്സൊക്കെ മണിക്കൂറുകൾ ഇതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ശുശ്രൂഷ ചെയ്തു. ചിലപ്പോൾ ഒരാൾ പോലും നല്ല വാക്ക് പറയുന്നുണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഈ സമർപ്പിത ജീവിതത്തിൽ, അത് കോമൺ ആയിട്ട് പറഞ്ഞാണ്, സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെ ഉദ്ദേശിച്ചോട് മാത്രമല്ല, കോമൺ ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഒരുപക്ഷെ മാനുഷികമായ ഒരു പരിഗണന പോലും കിട്ടില്ല. നിങ്ങളുടെ അധ്വാനം ആരും കാണില്ല. സങ്കടപ്പെടരുത്, തോറ്റുപോകരുത്, പിന്നോട്ട് പോകരുത്, മതി എന്ന് പറയരുത്. നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, നിന്റെ കൂടെ ഇരിക്കാൻ ഒരാൾ, ആ ആളുടെ പേര് ഉറക്കെ പറ, ഈശോ. വചനത്തിന്റെ അർത്ഥം പിടികിട്ടിയോ? ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കാറ്റളകുമ്പോൾ, കോളടിക്കുമ്പോൾ, വള്ളത്തിൽ വെള്ളം കയറുമ്പോൾ അല്ല, അവൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഇരിക്കാനാണ് അവന്റെ ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മഴ നന്നായിട്ട് പെയ്തില്ലേ? നന്നായിട്ട് പെയ്തു. എന്നാ കൈ നന്നായിട്ടൊന്ന് കൊട. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ, ഞാൻ പറയാം. കൊടയും നന്നായിട്ട് എന്നിട്ട് കൊട ഉഷാറാവട്ടെ. വില കൂടിയ വാച്ച്, മോതിരം എല്ലാം ഊരി പോരട്ടെ. കൊടയും ഒറ്റ ക്ലാപ്പ് പറഞ്ഞേ ഹല്ലേലൂയ. സോ ശ്രദ്ധിച്ച്, ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ. ആ ഈശോ എന്തിനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്? എൻ്റെ കൂടെ ആയിരിക്കാൻ എന്താണ് ആഗ്രഹിക്കുക? എന്തിനു വേണ്ടിയാണ് ഈശോ നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം? ഞാനൊരു വൈദികൻ എന്ന നിലയിൽ നിങ്ങൾ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവർ, വചനം കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചവർ, നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ തിരക്കുകളിലും ഒക്കെ ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ഈശോയുടെ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം? അത് നല്ല ശ്രദ്ധയോടെ എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചിരിക്കണം. അപ്പൊ എന്തിനാണ് ഈശോ അത്രയധികം ആഗ്രഹിക്കുക? പൗലോസ് ശ്ലീഹ നമ്മുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 3-ാമത്തെ അധ്യായം, 1 കൊറിന്തോസ് 3-ാമത്തെ അധ്യായം, ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോട്ടോ. 1 കൊറിന്തോസ് 3-ാമത്തെ അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം. നല്ല ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കണം. ബൈബിൾ ഉള്ളവർ തുറന്നെടുക്കണം. 1 കൊറിന്തോസ് 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാരോട് ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബേസായ പൗലോസ് ശ്ലീഹയുടെ പ്രസംഗത്തിന്റെ കേന്ദ്രമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. 11-ാം വാക്യം ഇങ്ങനെ വായിക്കുക: യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടെ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അച്ഛൻ പറയുന്നു, ഏറ്റു പറയാവോ? യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശ്രദ്ധയോടെ ആ വചനം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഈ വചനം കേൾക്കാനും വചനം ധ്യാനിക്കാനും ഒരുപാട് കൺവെൻഷൻ പന്തലുകൾ നമ്മൾ പോകാറുണ്ട്, ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ കൂടാറുണ്ട്. നമ്മളെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ ഒരു താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ കൂടാറുണ്ട്. വചന ശുശ്രൂഷ എവിടെയുണ്ടോ അവിടെയൊക്കെ കേൾക്കാൻ നമ്മൾ ആഗ്രഹത്തോടെ, തീവ്രമായി ആഗ്രഹിച്ച് നമ്മളൊക്കെ പോയിരിക്കാറുണ്ട്. നമ്മുടെ എല്ലാ ഉള്ളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ നീ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരും അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരും അതിനുവേണ്ടി ചെറുതോ വലുതോ ആയ ശുശ്രൂഷകൾ ചെയ്യുന്നവരും, ഒന്നുമില്ല ഒരു കൺവെൻഷൻ പന്തലിൽ പോയി ഇരിക്കുന്നവരും തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഈ സമയത്തിന്റെയും കാലത്തിന്റെയും പ്രത്യേകതയാണ്. നമുക്കെല്ലാ പന്തലുകളിലേക്കും ഓടാനുള്ള സമയം ഇനിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലേക്കും ഓടാനുള്ള സമയം ഇനിയില്ല. എല്ലാവരെയും കേൾക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ബോധത്തോടെയും ബോധ്യത്തോടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് വചനം ധ്യാനിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യേണ്ട കാലം
അതിക്രമിച്ചു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചന പ്രഘോഷണത്തിന്റെയും നിങ്ങളത് കേൾക്കാനിരിക്കുന്നവരായിരിക്കാം, നിങ്ങളത് പറയുന്നവരായിരിക്കാം, ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരായിരിക്കാം. ഒരൊറ്റ റൂള് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിങ്ങൾ സ്നേഹിക്കുമോ, ആ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങളുടെ അടിസ്ഥാനം. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ മുകളിൽ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കൺവെൻഷൻ പന്തലുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഈശോയെ കുറിച്ചല്ലെങ്കിൽ ആ കൺവെൻഷൻ പന്തലുകൾ പൊളിച്ചു കളയേണ്ട കാലം കഴിഞ്ഞു. ജിൻസച്ചൻ ഇവിടെ വന്ന് പറയുന്നത് ഈശോയെ കുറിച്ചല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹത്തോടെ, ആർത്തിയോടെ, ആവേശത്തോടെ ഓടിച്ചെല്ലുന്നത് ഈശോയെ കുറിച്ച് അറിയാനും ഈശോയെ കുറിച്ച് കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോകുന്ന ഇടങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായി. നിങ്ങൾ ഓടിപ്പോകുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അയ്യോ, സങ്കടമായെന്ന് തോന്നല്ലോ. ഇല്ല, സങ്കടം ആവരുത്. സങ്കടമായെങ്കിൽ പൗലോസ്ലീഹയോട് സങ്കടപ്പെട്ടോളുക, എന്നോട് സങ്കടപ്പെടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ തന്നെ തിമോത്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർ തങ്ങളുടെ കേൾവിക്ക് ഇമ്പമുള്ളത്, സുഖിക്കുന്ന കാര്യങ്ങൾ, കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടുന്ന കാലം വരുന്നു. 12000 വർഷം മുമ്പ് പൗലോസ്ലീഹ തിമോത്തിയോട് പറഞ്ഞൊരു കാര്യം അന്വർത്ഥമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ പന്തലുകളിൽ ആളില്ല. രക്ഷാകര ദൗത്യത്തെ കുറിച്ച് പറഞ്ഞാൽ കേട്ടിരിക്കാൻ ആളില്ല. നിത്യജീവനെ കുറിച്ച് പറഞ്ഞാൽ ആ ആളെ പിന്നെ കേൾക്കാൻ ആൾക്കാർ വരുന്നില്ല. പകരം കടം മാറാൻ ഈശോ, രോഗം മാറാൻ ഈശോ, തുമ്മല് മാറാൻ ഈശോ, ജോലി കിട്ടാൻ ഈശോ, അവിടെ പോകാൻ ഈശോ. അതല്ല എൻ്റെ ഈശോയുടെ പണി. നിന്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ പണി അതല്ല. അവന്റെ ആഗ്രഹം നിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, നീ അവനോട് ചേർന്നിരിക്കുക, അവനെ കേൾക്കുക, അവനെ ആരാധിക്കുക, അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കുക, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തോട് ചേർന്നിരിക്കുക. അതിന്റെ മുകളിൽ മറ്റെന്തെങ്കിലും സ്ഥാപിക്കാൻ നീ ശ്രമിക്കുകയോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെയോ ചിന്തകളുടെ പുറകെ പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ഈ ബലിയർപ്പിച്ച ഈ അൾത്താരയിൽ നിന്ന് ഞാൻ പറയല്ല, ഞാൻ പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ തെറ്റായ വഴിയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നവർ, നിങ്ങൾ കൗൺസിലിംഗ് നടത്തുന്നവർ, നിങ്ങൾ സമർപ്പിത ജീവിതം നയിക്കുന്നവർ, ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ ഈശോയെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ കേൾക്കാൻ ആൾക്കാർ വരില്ല. നിങ്ങളെ കേൾക്കാൻ ആളുകൾ വരില്ല. നിങ്ങൾ നിത്യജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ കേൾക്കാൻ ആൾക്കാർ വരില്ല. പകരം നിങ്ങൾ 2 ഞൊറുക്ക്, 2 മിച്ചർ, 2 അച്ചപ്പം ഇതൊക്കെ തരുന്ന ഈശോയെ കുറിച്ച് പറ, ആള് വരും. പക്ഷെ അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരാൾ കുരിശെ കയറിയത്? ജോലി തരാം ഈശോയ്ക്ക്, നിങ്ങളുടെ കണ്ണുനീര് മാറ്റാം ഈശോയ്ക്ക്, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എടുത്ത് മാറ്റാം ഈശോയ്ക്ക്. അതിനുവേണ്ടി ഈശോ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, ഇത്രയും സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൻ ഈ സഹിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഈ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഈശോയെക്കുറിച്ച് മാത്രം. നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഞാനും, പൗലോസിന്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും ഞാനും പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നമുക്ക് ബാക്കി ഞുറുക്കുകൾ കേൾക്കാനുള്ള സമയം ഇല്ലെന്ന്. ആ ഞുറുക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ തൊണ്ട പൊട്ടുകയുള്ളൂ, നമ്മുടെ ജീവിതം വെറുതെ പോവുള്ളൂ. സ്വർഗത്തിലേക്ക് എങ്ങാനും പോയാൽ പത്രോസ്ലീഹ അവിടെ ചെല്ലുമ്പോൾ താക്കോല് വെച്ച് തലക്കിട്ടടിച്ചിട്ട്, ഇതിനാണോടാ നിന്നെ അച്ഛനാക്കിയത്, ഇതിനാണോ നിന്നെ സിസ്റ്ററാക്കിയത്, ഇതിനാണോ നിന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കിയെന്ന് ചോദിച്ചാൽ അടി കൊള്ളാൻ എന്നെ കൊണ്ട് മേലെ ആവശ്യത്തിന് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് പത്രോസ്ലീഹയുടെ കയ്യിൽ നിന്ന് അടിയും കൂടെ മേടിച്ചിട്ട് നാണക്കേടല്ലോ. നിങ്ങളൊക്കെയാണ് അവിടെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ദേ ഞങ്ങളവിടെ പ്രസംഗിച്ച ജിൻസച്ചൻ വാതിക്ക് നിന്ന് താക്കോലിന് അടി കൊള്ളുന്നു, ചമ്പി പോകല്ലേ ഉള്ളൂ. ഞാനില്ല. അതുകൊണ്ട് നമുക്ക് ഈശോയെ കുറിച്ച് അറിയണം, അവനോട് ചേർന്നിരിക്കണം, അവനെക്കുറിച്ച് സംസാരിക്കണം, അവൻ്റെ അടുത്തിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ സമർപ്പിത ജീവിതം നയിക്കുന്നവർ, അത് ഏത് അൽമായറാണെങ്കിലും ഒക്കെ, നിങ്ങൾ നമ്മുടെ ഇവിടെ അഡോറേഷൻ ചാപ്പൽ, നമ്മുടെ പ്രൈവറ്റ് ചാപ്പലിൽ നമ്മുടെ അഗസ്റ്റിൻ അച്ഛൻ്റെ ഒരു പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ഒത്തിരി പേര് വായിച്ചിട്ടുള്ളതായിരിക്കും. ഇൻസിനു യേസു എന്ന് പറഞ്ഞു, അതായത് വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജായിട്ട് ഒരു വൈദികന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത കുറേ സന്ദേശങ്ങളുടെ ഒരു കളക്ഷനാണ്. അപ്പം ഇന്നിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ആ പുസ്തകം അവിടെ കണ്ടു. ഞാൻ ചുമ്മാ തുറന്നു വായിച്ചു.
ചുമ്മാ തുറന്ന് വായിച്ച് 349 പേജാണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ പൊറുക്കുക, പോയി തപ്പുക. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെയാണ്: നീ എനിക്ക് മറ്റൊരു യോഹന്നാനായി തീരുക. നീ എനിക്ക് മറ്റൊരു യോഹന്നാനായി തീരുക. യൂദാസ് ചെയ്തതിന് പകരമായി നീ എനിക്ക് മറ്റൊരു യോഹന്നാനായി തീരുക. എന്നത് പിടികിട്ടുന്നുണ്ടോ? യൂദാസ് എന്നാ ചെയ്തേ? ഈ രണ്ടുപേരും ചേർന്നിരുന്നായിരുന്നു. രണ്ടുപേരും ചേർന്നിരുന്നു. ഒരാൾ നെഞ്ചോട് ചേർന്നിരുന്നു, യൂദാസ് തീർച്ചയായിട്ടും അടുത്തിരുന്നു. അതുകൊണ്ടാണല്ലോ അപ്പം മുക്കി ഇങ്ങനെ എത്തിച്ചു കൊടുക്കണേ. ഈശോ എടുത്തു കൊടുത്തു, അടുത്തിരുന്നയാൾക്ക് കൊടുത്തു. രണ്ടുപേരും ചേർന്നിരുന്നു. ഈ ചേർന്നിരുന്നതിൽ ഒരാൾ ഹൃദയം മുറിച്ചെടുത്ത് അകന്നുപോയി, മറ്റൊരാൾ ആ ഹൃദയം മുറിയുന്നതും നോക്കി കുരിശിന്റെ ചോട്ടിൽ നിന്നു. അതായത് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ, ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും നിങ്ങളുടെ സന്തോഷങ്ങളിലുമെല്ലാം ഈശോയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ യൂദാസിനെ പോലെ ചേർന്നിരിക്കുക, ഇല്ലെങ്കിൽ യോഹന്നാനെ പോലെ ചേർന്നിരിക്കുക. യൂദാസിനെ പോലെ ചേർന്നിരുന്ന ഒത്തിരി പേരുണ്ട്, അവരെല്ലാം അകന്നു പോയിട്ടുണ്ട്. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീ എനിക്ക് മറ്റൊരു യോഹന്നാനായി തീരുക. അകന്നുപോയ സകല യൂദാസിനും പരിഹാരമായിട്ട് നീ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ധ്യാനിപ്പിക്കാനും ശുശ്രൂഷകരെയൊക്കെ ധ്യാനിപ്പിക്കാനും ഒക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ, ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിൻ്റെ പേരിലൊക്കെ ആരും കാണുന്നുണ്ടാവില്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകൾ. ഒരുപക്ഷെ അവസരങ്ങൾ കിട്ടാതെ സങ്കടപ്പെട്ട് പിന്നോട്ട് പോകുന്നവരുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അവസരം അതേതെങ്കിലും ഗുരുക്കന്മാർ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന അവസരങ്ങളല്ല. നിങ്ങളുടെ വലിയ ഗുരു, നിങ്ങളുടെ ഈശോ നിങ്ങൾക്ക് തരുന്ന വലിയൊരു അവസരമുണ്ട്. അത് എനിക്കോ നിങ്ങളെ ധ്യാനിപ്പിക്കുന്ന ഒരാൾക്കോ തരാൻ പറ്റാത്തൊരു അവസരമാണ്. ഈശോയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു അവസരം, ഒരു ചാൻസ്. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക എന്നുള്ള അവസരം. നിങ്ങളുടെ ഏറ്റവും വലിയ ശുശ്രൂഷ അതായിരിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ശുശ്രൂഷ. ഇപ്പം ഈ കൺവെൻഷൻ ഇന്നും നാളെയായിട്ട് നിങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, നിങ്ങളുടെ തിരക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ മേക്ക് ഷുവർ, ഉറപ്പിക്കുക അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾ ശുശ്രൂഷകൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ചെയ്യണം. പക്ഷെ ഉറപ്പിക്കുക അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് മറ്റൊരു യോഹന്നാനായി അടുത്തിരിക്കുക. കാരണം നിന്റെ അടുത്തിരിക്കാൻ അവനും തീവ്രമായി ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരുന്നേ, അപ്പം എൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ, ആ ഈശോ എൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എങ്ങനെ ഇരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു? നമ്മൾ മറ്റൊരു യോഹന്നാനായി അവൻ്റെ നെഞ്ചോട് ഹൃദയത്തോട് ചേർന്നിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം, ഉള്ളിലോട്ട് ഇത് നിറയണം. അങ്ങനെ ഈശോയോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ഇതാണ്: അവൻ ഈശോയെപ്പോലായിത്തീരുന്നു. എന്തായിത്തീരുന്നു? ഈശോയെപ്പോലായിത്തീരുന്നു. ഈശോ നമ്മുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ആഗ്രഹം ചെറുതല്ല, അതിയായി ആഗ്രഹിക്കുന്നു. ആഗ്രഹം എങ്ങനെ ഇരിക്കാനാണ്? യോഹന്നാനെ പോലെ നമ്മൾ അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാനാണ്. അങ്ങനെ അവൻ്റെ ഹൃദയത്തോട്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റം, നമ്മൾ ഈശോയെപ്പോലായിത്തീരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈശോയെപ്പോലെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുന്ന പല രീതികളുണ്ട്. ഒന്ന്, നമുക്ക് രോഗികളെ സൗഖ്യപ്പെടുത്താം. ഈശോ ചെയ്തിട്ടുണ്ടോ? അല്ലോ പറ. രോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. പെടുത്തിയിട്ടുണ്ടോ എന്നല്ല, സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഈശോയെ പോലെ ആകാം, നമുക്ക് രോഗസൗഖ്യം നൽകാം. ഈശോ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പം പ്രവചനപരം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഈശോയെ പോലാണെന്ന് പറയാം. ഈശോ ദർശനങ്ങൾ കണ്ടു, പിതാവിനോട് സംസാരിച്ചു. എനിക്കും അങ്ങനെ ദർശനങ്ങൾ കാണാൻ പറ്റുന്നു, അങ്ങനെ വരങ്ങളുണ്ട്, ഈശോയെ പോലെ ആയി എന്ന് പറയാം. മരിച്ചവരെ ഉയർപ്പിച്ചു ഈശോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലേ? നീ ഒന്ന് പറഞ്ഞു തരണേ, ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾക്കതൊരു ദിവസം സാധിക്കുന്നു, ഫൈൻ, നിങ്ങൾ ഈശോയെ പോലെ ആവുന്നു. ഇതൊന്നും അല്ല ഈശോയെ പോലെ ആവുന്നത്. ഇതെല്ലാം ഈശോ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അവൻ ചെയ്ത രക്ഷാകര ദൗത്യത്തോടും അവൻ നമുക്ക് തന്ന നിത്യജീവനോടും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ രോഗസൗഖ്യമോ ഈ പ്രവചനമോ ഈ മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ ഒന്നുമല്ല.
അപ്പൊ ഈശോയെ പോലെ ആയി തീരാൻ വേണ്ടി പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകളൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും ചോദിക്കേണ്ടതും ആ വരത്തിന് വേണ്ടി ഈ വരത്തിന് വേണ്ടി ചോദിച്ചോ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല, നല്ല കാര്യം. എൻ്റെ അങ്ങേയറ്റത്തെ ലക്ഷ്യം എന്താണെന്നും കൂടെ ചിന്തിച്ചേക്കണം. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. പക്ഷെ ആ വരം കിട്ടിയത് കൊണ്ട്, ഈ വരം കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഈശോയെ പോലെ ആവുന്നില്ല. ഈശോയെ പോലെ ആവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവനോട് ചേർന്നിരിക്കുക. അവനോട് ചേർന്നിരുന്നാൽ അവൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയെ പോലെ അവൻ നമ്മെ ആക്കി തീർക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വലതേരം പോയെ വലത്തേരം എടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യൊന്ന് പിടി. ഈശോയെ പോലെ ആവണ്ടേന്ന് ചോദിച്ചേ. അയ്യോ ചോദിക്ക്, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാനാണ്, ചോദിക്ക്. എന്നെ പറഞ്ഞ അടുത്തിരുന്നവര് മാണ്ട എന്ന് പറഞ്ഞാ മാണ്ട, അങ്ങനെ ഇപ്പം മാണ്ടാന്ന് പറഞ്ഞു. ഈശോയെ പോലെ ആവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട സഹോദരൻ, പത്രോസിലേക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുന്ന വെച്ചാൽ വിളിച്ചവനെ പോലെ ആയിത്തീരുക. നമുക്കെല്ലാവർക്കും ഈശോയെ സ്നേഹിക്കുക, നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമാണ്. അപ്പം അതെങ്ങനെ സാധിക്കും? ഈശോയെ പോലെ ആയിത്തീരുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ, എനിക്ക് എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. അപ്പം പൗലോസ്ലീഹ ഇങ്ങനെ ഗലാത്യക്കാർക്ക് കത്തെഴുതുന്ന സമയത്ത് ഇങ്ങനെ 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് വചനം അറിയായിരിക്കും, എൻ്റെ കുഞ്ഞുമക്കളെ, ഈശോ യേശുക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസ്ലീഹായുടെയും തിരുസഭയുടെയും, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നമ്മളൊരു കൺവെൻഷൻ നടത്തുമ്പോഴും കഴിഞ്ഞ ഈ 55 കൺവെൻഷനുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ആര് രൂപം കൊള്ളുക? ഈശോ രൂപം കൊള്ളുക. എന്ന് വെച്ചാൽ പിന്നെ എന്നെ കണ്ടാൽ ജിൻസച്ചോ എന്നല്ല വിളിക്കേണ്ടത്, പിന്നെ എന്നാന്ന് വിളിക്കണം? ഇപ്പോൾ എന്നാ വിളിക്കുന്നത്? ഷോ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ നമ്മളെ കണ്ട്, എന്നെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കണ്ട് സുവിശേഷ ദൗത്യം പൂർത്തിയാക്കുന്നതും സഭ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ശുശ്രൂഷകളും സഭ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കൂദാശകളുടെ എല്ലാം ഏറ്റവും പരമമായ ആത്യന്തികമായ ലക്ഷ്യം, ഒരു വൈദികൻ, ഒരു സന്യസ്ത, കുടുംബജീവൻ നയിക്കുന്നയാള്, ഏകസ്ഥജീവൻ നയിക്കുന്നയാള്, ഏത് മേഖലയിലുള്ളവരാണേലും വചനം കേൾക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി എല്ലാം തിരുസഭയും സ്വർഗവും ഈശോയും അപ്പസ്തോലന്മാരും വിശുദ്ധരും രക്തസാക്ഷികളും ഒക്കെ കാണുന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഈശോ രൂപം കൊള്ളുക, ഈശോ വളരുക, വളർന്നു വലുതാകുക, പിന്നെ നിങ്ങളെ കാണുന്നവർ ഈശോയെ കാണുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും നമ്മളൊന്ന് ചിന്തിക്കാൻ പോകണം. ഞാൻ ഈ പൗലോസ്ലീഹയുടെ തന്നെ ഒരു കൂട്ടുപിടിക്കുക കേട്ടോ, എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. പൗലോസ്ലീഹ പെട്ടെന്നൊരു ദിവസം മാനസാന്തരപ്പെട്ട ഒരാളാണ് അല്ലേ? പെട്ടെന്നൊരു ദിവസം മാനസാന്തരപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു സ്പാർക്ക് കിട്ടി, ഈശോയെ കണ്ടുമുട്ടി, ഇരുന്ന് പഠിച്ചു, പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. പിന്നെ ഈശോ മാത്രമേ രക്ഷിക്കാനുള്ളൂ, രക്ഷകനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് എല്ലായിടത്തും അന്ന് അറിയപ്പെടുന്ന ലോകത്ത് മുഴുവൻ ചെന്ന് പ്രസംഗിച്ചു. ഈശോയെ ഒന്ന് കണ്ടു, ഒന്നറിഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ മനുഷ്യൻ, ഈ വിശുദ്ധൻ ഈശോയെ പോലെ ആയിത്തീരുകയല്ല, ഒരു പ്രോസസ്സാണ്. പതുക്കെ 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 ഈശോയെ പോലെ ആയിത്തീർന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ. നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. പൗലോസ്ലീഹ തൻ്റെ ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഈശോയെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ 7-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എടുക്കാമോ? നമ്മളൊക്കെ ഈശോയെ പോലെ ആയിത്തീരാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 18, 19, 20 വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടെ. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ, ബൈബിൾ ഉള്ളവർ ഒരുമിച്ച് കൂടെ വായിച്ചോട്ടോ. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ, ഉറക്കെ വായിച്ചേ, നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഒരു തവണ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇച്ഛ കൂട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. അതല്ലത്. പൗലോസ്ലീഹ നമ്മുടെയൊക്കെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, വിശുദ്ധരായിട്ട് ജീവിക്കണം, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു ഒറിജിനൽ ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിക്കണം, ആത്മീയതയിൽ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1-ാമത്തെ സ്റ്റേജിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു അബദ്ധം, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്ഥിതി അതാണ്. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, നമ്മുടെ ഒരു അവസ്ഥയാണ് പൗലോസ്ലീഹ പറയുക,
ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല. തിന്മ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അതേ തെറ്റ് ഞാൻ ചെയ്തു പോവാണ്. നമുക്കറിയാം ഇത് പൗലോസ്ലീഹയുടെ അവസ്ഥയല്ല, നമ്മുടെ അവസ്ഥയാണ്. ശരിയല്ലേ? നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നുണ്ടോ? ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ഈ തിന്മ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നു, വീഴുന്നു, ഉരുളുന്നു, ഞരങ്ങുന്നു, പറ്റുന്നില്ല. പൗലോസ്ലീഹ പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഞാൻ ചെയ്തു പോകുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ടെന്ന് പൗലോസ്ലീഹ പറയാണ്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ ഐഡന്റിറ്റി നമ്മളൊരു പാപിയാണ് എന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ ഒരു പാപിയാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപിയാണോ എന്ന് പറയാനുള്ള എളിമ ഫാദർ എളിയപറമ്പിൽ വിനയകുമാറായ എനിക്കില്ല. നിങ്ങൾക്ക് അത്ര എളിമയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അത്ര എളിമയില്ല. നമ്മളെല്ലാം ആത്മീയ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാം പാപികളാണെന്നുള്ള, കുറവുകളുള്ളവരാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർത്തേക്കണം, സ്വർഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നതല്ല നമ്മൾ, പിന്നെയോ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്നതാണ്. വിശുദ്ധരായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ല, പാപിയായിരുന്ന എന്നെ ഈശോ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് അഭിഷേകം ചെന്ന് വിശുദ്ധീകരിച്ചെടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അംഗീകരിക്കണം, നമ്മളൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പലതരം നെഞ്ചോട് ചേർത്ത് പിടി പറ, ഞാനൊരു പാപിയാണ്. പറഞ്ഞേ. അടുത്തിരിക്കുന്ന കൈപ്പിടി ഇന്ന് പിടിച്ച് മടക്കും. കണ്ണി തുറച്ചു നോക്കിയിട്ട് പറ, നീ ഒരു പാപിയാണ്. പറഞ്ഞേ. ഇച്ചിരി സ്നേഹത്തോടെ ഒന്നും പറയല്ലത്, അത് അവരെ പ്രോത്സാഹിപ്പിച്ച പോലെയുണ്ട്. നീ ഒരു പാപിയാണ്, കൊള്ളാം, കണ്ടിന്യൂ. അവരെ നല്ല ദേഷ്യത്തോടെ പറയണം, നീ ഒരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മുടെ ഈശോയിലേക്കുള്ള വളർച്ച, ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതം, യോഹന്നാനെ പോലെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ഒടുക്കം ഈശോയെ പോലെ ആയി തീരാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പടി നമ്മുടെ കുറവുകളെ തിരിച്ചറിയുക. നമുക്ക് ഇച്ചിരി കുറവുകൾ ഉണ്ടെന്നറിയുക, നമ്മൾ പാപികളാണ്, നമ്മൾ ഓക്കെ അല്ല എന്ന് അംഗീകരിച്ചേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ വെള്ളയടിച്ച കുടിമാടങ്ങളെ പോലെ നടക്കരുതെന്ന്. ഇന്ന് വെള്ളം ഇട്ടോണ്ട് വരണ്ടല്ലേ, ഇട്ടോണ്ട് വരാൻ പറയുകയും ചെയ്തു. ഇതെന്നാന്ന് മനസ്സിലായോ? ഞാനും വെള്ളം ഇട്ടോണ്ടായി പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. കുഴിമാടൻ നമ്പർ 1. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിശുദ്ധി എങ്ങനെ വളർത്തിയെടുക്കണം, ഈശോയെ പോലെ ആയിത്തീരണം. സോ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പാപികളാണ്. രണ്ടാമത്തെ സ്റ്റേജ് ചോദിക്കട്ടെ, പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? സ്വർഗത്തിൽ പോകണ്ടേ? ഈ ഭൂമിയിൽ വിശുദ്ധരായിട്ട് ജീവിക്കണ്ടേ? വേണം. അപ്പൊ പാപിയാണെന്നൊരു തിരിച്ചറിവ് മാത്രം പോരാ, ഇതിനകത്തുനിന്ന് കയറി പോരണമെന്നൊരാഗ്രഹവും കൂടെ വേണം. എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ശരി, തിന്മ ഞാൻ ചെയ്തു പോവാണ്, ഓക്കെ, പക്ഷെ ഇവിടെ നിന്നും തിരിച്ചു കയറി പോരണം. ഈ പാപത്തിൽ നിന്ന്, ഈ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന, ഈശോയിൽ നിന്ന് തന്നെ അകറ്റുന്ന സകല കുറവുകളിൽ നിന്നും ഞാൻ കയറി പോരണം എന്നൊരാഗ്രഹം നമുക്ക് വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ചാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുക. എടുക്കാവോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം. ഈ 3-ാമത്തെ അധ്യായം മുഴുവൻ, പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും കാണാപ്പാടമൊക്കെ ഒന്ന് പഠിച്ച് വായിച്ച് മുട്ടുകൊത്തി ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്, ഒരു അധ്യായമാണ് ഈ ഫിലിപ്പിയർ 3. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അവനെ നേടണം, അവനോടുകൂടെ ഒന്നായിത്തീരണം, അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. ഈശോയെ നേടണം. അപ്പോൾ എന്തെങ്കിലും ശുശ്രൂഷകൾക്ക് ഇറങ്ങിയിട്ടുള്ളവർ ഉള്ളിൽ എഴുതി മനഃപ്പാടമാക്കേണ്ട വചനഭാഗമാണ്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ അച്ഛൻ വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. പൗലോസ് അവിടെ ഇങ്ങനെ പറയാണ്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുക. എന്ന് വെച്ചാൽ പൗലോസ്ലീഹയുടെ ഏറ്റവും വലിയ ആഗ്രഹം പറയാണ്, ഞാൻ വിശുദ്ധനായിട്ടില്ല, ഞാൻ ഈശോയെ പോലെ ആയിട്ടില്ല, ഈശോയെ നേടിയിട്ടില്ല, ഞാൻ ഇതുവരെ ഇത് നേടിയിട്ടില്ല, പക്ഷെ ഇത് കിട്ടാൻ വേണ്ടി, ഏത് കിട്ടാൻ? ഈശോയെ കിട്ടാൻ, ഈശോയോട് ചേർന്നിരിക്കാൻ, ഈശോയെ പോലെ ആയിത്തീരാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാനുഷികമായിട്ട് നമ്മൾ അങ്ങനെ പരിശ്രമിച്ചാൽ നടക്കുന്നൊരു കാര്യമാണോ ഇത്? ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളത് നമ്മുടെ പ്രയത്നം, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒന്നല്ല. ഈശോ അത് സൗജന്യമായിട്ട് നമുക്ക് തരുന്നൊരു കാര്യമാണ്.
റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 3:23 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോ നമുക്ക് രക്ഷ, ആ നീതീകരണം സൗജന്യമായി തന്നു. റോമൻസ് 5 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ശത്രുക്കളായിരിക്കെ, നമ്മൾ ബലഹീനരായിരിക്കെ, നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് തന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുമ്പോഴും, നമ്മൾ ആത്മീയ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുമ്പോഴും, ഇത് നമ്മുടെ പ്രയത്നമോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ല, ഈശോ ഇത് നമുക്ക് തരണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ തീവ്രമായി ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഈശോ നമ്മുടെ കൂടെ ഇരിക്കാൻ മാത്രമല്ല, നിന്നെ ഈശോയെ പോലെ ആക്കി തീർക്കാനും അവൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് അവിടെ പറയാണ്, ഞാനിത് നേടിയിട്ടില്ല, ഞാൻ അവനെ പോലെ ആയിട്ടില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതൊരു സന്തോഷത്തോടെ അത് ഉള്ളിലോട്ട് നിറയണമെന്നറിയോ? നിന്നെ, എന്നെ, ഈ പാപിയെ, ഈ കുറവുള്ളവനെ, ഈ തല്ലിപ്പൊളിയെ ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സത്യമാണ്, പാപിയാണ്, തല്ലിപ്പൊളിയാണ്, സകല ഉടായ്പകളും കാണിച്ച് നടക്കുന്നുണ്ട്, മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ നിന്നെ ഈശോ സ്വന്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ, നമുക്ക് പരാജയങ്ങളിൽ സങ്കടപ്പെട്ടു പോകാതിരിക്കാൻ, വീണെടുത്തുനിന്ന് വീണ്ടും വീണ്ടും കുതിച്ചെഴുന്നേക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരുന്ന പാപിയെ ഓർക്കുന്നുണ്ടോ? അടുത്തൊരു പാപി ഇരിപ്പുണ്ട്. ആ പാപിയുടെ കയ്യെപ്പിടി സന്തോഷത്തോടെ പറ, ഈശോ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ, യോ നന്നായിട്ട് പറ, കൈയൊക്കെ പിടിച്ച് കുലുക്ക്. ആ കൈ തരാത്തവരോട് ഒന്ന് തുറച്ചു നോക്കിക്കേ അവരെ. ചേട്ടാ കൊടു, കൈ കൊടുക്കാനല്ലേ പറഞ്ഞ, കയ്യിലൊന്നും കൊടുക്കണ്ട, കൈ കൊടു. പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്നെ, നല്ല ഉറക്കെ പറ, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നതാണെന്ന് അറിഞ്ഞൂടാ, പരിശുദ്ധാത്മാ പ്രചോദനം തരുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മരണം കാത്തു നിൽക്കുന്ന കുറെ മനുഷ്യർ എൻ്റെ മുമ്പിലുണ്ട്. ജീവിതം തീർത്ത് കളയാൻ തീരുമാനിച്ച കുറെ മനുഷ്യർ എൻ്റെ മുമ്പിലുണ്ട്. അതിന് 100 കാരണങ്ങളുള്ള മനുഷ്യർ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് മരിച്ചു കളയാം, നിങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കാം. 100 കാരണങ്ങൾ. അച്ചോ അത് പറ്റി, ഇത് പറ്റി, അവരിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ സംഭവിച്ചു. 100 കാരണങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ ഉയർത്തിക്കോ. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് തരികയാണ്. മരിക്കാൻ തീരുമാനിച്ച നിന്നെ, തോറ്റുപോയ നിന്നെ, പൊട്ടിക്കരയുന്ന നിന്നെ, ഇനി മുമ്പോട്ടില്ല എന്ന് പറയുന്ന നിന്നെ ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ സ്വന്തമാക്കിയിട്ടുണ്ടോ? ജീവിതം അങ്ങാൾ ഇട്ടേച്ചു പോയില്ലേ? മക്കൾ തള്ളിപ്പറഞ്ഞില്ലേ? മാതാപിതാക്കൾ ഇറക്കി വിട്ടില്ലേ? ഹൃദയം കൊടുത്ത് നിങ്ങളെ സ്നേഹിച്ചവർ ആ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവ് തന്ന് നിങ്ങളെ പറ്റിച്ചില്ലേ? ചങ്കാണെന്ന് നിങ്ങൾ കരുതിയവർ നിങ്ങളുടെ ചങ്കിടിച്ച് പിടിഞ്ഞില്ലേ? ഇപ്പോഴും ആ ചങ്ക് തുറന്നു കാണിച്ച് കൈവിരിച്ച് നിന്നെ ഇപ്പോഴും സ്നേഹമാണോ എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ എനിക്ക് ഇപ്പോഴും വേണോടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാത്രം ഇവിടെ നിന്ന് പറയാണ്, നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ആ ബോധം ഉള്ളി കിട്ടിയവൻ ആത്മഹത്യ ചെയ്യില്ലെന്ന്. അവൻ മരിക്കില്ല, അവൾ മരിക്കില്ല, അവൾ ജീവിക്കും. കാരണം നമുക്ക് മരിച്ചു കളയാൻ, ജീവിതം അവസാനിപ്പിക്കാൻ, പിന്നോട്ട് പോകാൻ 100 കാരണം, മുമ്പോട്ട് പോകാൻ ഒറ്റ കാരണം, യേശു ക്രിസ്തു എന്നെ നന്നായിട്ട് പറ, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ മുമ്പേ കൈ കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ സങ്കടം എന്നാന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ? വാട്ട് ജാക്ക് ഫ്രൂട്ട്, ഒരു ചക്ക നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയില്ല അവരുടെ സങ്കടം. നിങ്ങൾക്ക് ഇപ്പൊ അവരെ ഒരു മരുന്ന് കൊടുക്കാൻ വേണ്ടി കൈ കൊടുക്കാൻ പറഞ്ഞത്. നിന്റെ അടുത്തിരിക്കുന്നത് ചിലപ്പോ ഇന്നലെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കാണും, ഇന്നലെ പൊട്ടിക്കരഞ്ഞു കാണും. ഇന്ന് ഈ കൺവെൻഷൻ പന്തലേക്ക് വന്നത് ചങ്ക് പടഞ്ഞിട്ടായിരിക്കും. തിരിച്ചു പോകേണ്ടത് ആ സങ്കടത്തിലേക്കാണല്ലോ എന്നോർത്ത് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടാകും, ഹൃദയത്തിന്റെ താളം മാറുന്നുണ്ടാകും, ചങ്കിന്റെ മിടിപ്പ് മാറുന്നുണ്ടാകും. അവരുടെ കയ്യെ പിടിച്ചോണ്ടാണ് നമ്മൾ പറഞ്ഞത്, നീ എന്നാ സിറ്റുവേഷനിലേക്ക് പോയാലും, നീ എത്ര കൂപ്പുകുത്തി വീണാലും, നീ എത്ര തവണ പരാജയപ്പെട്ടാലും, നിന്നെ സ്വന്തം എന്ന് കരുതി ഒരാൾ ഉണ്ടെന്ന്. അപ്പൻ ഇട്ടേച്ചു പോയാൽ, അമ്മ ഇട്ടേച്ചു പോയാൽ, മക്കൾ ഇട്ടേച്ചു പോയാൽ, ഭാര്യയും ഭർത്താവും മറന്നുപോയാലും എന്നെ ഇപ്പോഴും സ്വന്തമാണെന്നും നീ എന്റേതാണെന്നും പറയുന്ന ഒരാൾ എനിക്കുണ്ട്, ഈശോ. അവനത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തോട് അത് സംസാരിക്കാൻ. അത് കേൾക്കണം. നിങ്ങൾ കൺവെൻഷൻ പന്തലുകളിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലും കേൾക്കേണ്ടത് ഒറ്റ കാര്യമാണ്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ആ യേശുക്രിസ്തു നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവന് നിന്നെ അവനെപ്പോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതിന്റെ അർത്ഥം പിടികിട്ടിക്കോണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.
പൗലോസ്ലീഹ തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയാം, സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. മുമ്പിൽ ഈശോയെ പോലെ ആയിത്തീരുക, പിന്നിൽ സൈഡിൽ നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് ഈശോയാണ്. ഈശോയെ നോക്കി നടക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കയ്യൊന്ന് ഉയർത്തി, മുഷ്ടിയൊക്കെ ചുരുട്ടിപ്പിടി. ഇലക്ഷൻ വരികയാണ്, മുഷ്ടി ചുരുട്ടിപ്പിടി. പറ, നമ്മുടെ മുദ്രാവാക്യം ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ, അയ്യോ ഈശോ ഉറങ്ങി വീഴും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നല്ല ഉറക്കം, നല്ല പവറിലങ്ങ് പറഞ്ഞേ, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ, തോറ്റു കൊടുക്കൂലെന്ന് പറഞ്ഞേ. നിങ്ങൾക്കുള്ള പരീക്ഷ എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വിജയമോ തോൽവിയോ ഉറപ്പായിട്ട് വരും. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ, തോറ്റു കൊടുക്കൂല, തോൽപ്പിക്കാൻ ശ്രമിച്ചാലും. കാരണം ഈശോ നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഫസ്റ്റ് സ്റ്റേജിൽ പാപിയാണ്, സെക്കൻഡ് സ്റ്റേജ് ആ പാപിയെ ഈശോ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം പുറകോട്ടൊന്ന് മറിച്ചാൽ മതി. ഫിലിപ്പീന്ന് പുറകോട്ട് മറിക്കുക. എഫേസൂസ്, ഗലാത്യ 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. വളരെ വളരെ വലിയൊരു അഭിഷേകം നിറഞ്ഞ പൗലോസ്ലീഹയുടെ എഴുത്തുകളിലൊന്നാണ്. ഗലാത്യ 2:20 വായിക്കാം. ബൈബിളുള്ളവർ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ഗലാത്യ 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടെ വായിച്ചോ. എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇച്ചിരി കൂടെ ഒരു ശ്രദ്ധ എനിക്ക് തരണേ. നിങ്ങൾ കൊള്ളാം, അടിപൊളിയാണ്. കഥകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. നമ്മുടെ ജീവിതം ഒരു കഥയാണല്ലോ, അല്ലേ? കഥയല്ലിത് ജീവിതം. അതിന്റെ മ്യൂസിക് ഇടൂ. ഓക്കെ, പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ആദ്യത്തെ സ്റ്റേജിൽ പാപിയാണെന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മളെല്ലാവരും ഈശോയുടെ സ്വന്തമാണെന്ന് പറയുന്നു. മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ വെച്ച് പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ ഒറ്റ കാരണത്തിൽ, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണം. സഹനങ്ങളൊക്കെ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പരാജയപ്പെട്ടു പോകുമ്പോൾ, കളിയാക്കപ്പെടുമ്പോൾ, ശുശ്രൂഷകൾക്ക് വേണ്ടത്ര ഒരു പ്രോത്സാഹനം കിട്ടാതെ വരുമ്പോൾ, നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഈ ജീവിതത്തിന് ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നും, ജീവിതത്തോടൊരു വിരക്തി തോന്നാം, സങ്കടങ്ങൾ തോന്നാം. എന്തിനെനിക്ക് മാത്രം വേദനകൾ, എന്തിനെനിക്ക് മാത്രം സഹനങ്ങൾ? ഈശോയ്ക്ക് വേണ്ടി ഇത്രയും സമയം ഞാൻ മാറ്റിവെച്ച്, സഭയ്ക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച്, ഇത്രയധികം പ്രാർത്ഥിക്കുകയും വചനം കേൾക്കാൻ ആഗ്രഹിക്കുകയും വചനസന്ധ്യകളിൽ മുടങ്ങാതെ പോയിരിക്കുകയും കൺവെൻഷൻ പന്തലുകളിൽ പ്രാർത്ഥിച്ച് മുമ്പിലിരിക്കുകയും ചെയ്യുന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സങ്കടങ്ങൾ ചോദിക്കാം. പക്ഷെ ഈശോ അവിടെ നിന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നീയല്ല. ആരാണ്? ഞാൻ. ഈ പാപി ഈശോയുടെ സ്വന്തമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ പിന്നെ സഹനങ്ങളോ വേദനകളോ കണ്ണുനീരുകളോ കളിയാക്കലുകളോ നിനക്കുള്ളതല്ല. ഒരവകാശവും നിനക്കില്ല. അത് മുഴുവൻ ആർക്കുള്ളതാണ്? ഈശോയ്ക്കുള്ളതാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കിട്ടുന്നുണ്ടോ? ഇപ്പം ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കളിയാക്കിയാലും നിങ്ങൾ ജില്ലായിട്ട് നിൽക്കും. നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിച്ചാലും നിങ്ങളിങ്ങനെ അടിച്ചടിച്ച് നിൽക്കും. നിങ്ങൾക്ക് പ്രോത്സാഹനത്തിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന 1000 വാർത്തകളാണ് നിങ്ങളുടെ മുമ്പ് കേൾക്കുന്നെങ്കിലും നിങ്ങൾ ഇട്ടേച്ചു പോവില്ല. നിങ്ങൾ അതേപടി നിൽക്കും. കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇപ്പം നിൽക്കുന്നത് വെറും നിലത്തല്ല, ഇപ്പം നിൽക്കുന്നത് നാട്ടുകാരുടെ മുമ്പിലല്ല, ഇപ്പം നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ നെഞ്ചോട് ചേർന്നാണ്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരുന്ന് ഉറങ്ങിയാലും ഞാനിത് പറയും. കാരണം ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിലല്ല. പിടികിട്ടിയാ? ഞങ്ങളുടെ കണക്ഷൻ പിടികിട്ടിയാ? അയ്യോ, ചിലത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒറ്റ ചിന്തയുള്ളൂ, അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. കേട്ടോ? അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ. കാരണം എല്ലാ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള സാധ്യതയാണ് യൂദാസും യോഹന്നാനും. നെഞ്ചോടൊക്കെയാണ് ചേർന്നിരിക്കുന്നത്. ഒന്നുകിൽ മാറി നിൽക്കും, ഇല്ല പിന്നെയും ചേർന്നിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നും അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കിട്ടുന്നുണ്ട്? ശ്രദ്ധിച്ചേ. അതായത് ഈശോ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരും. നിങ്ങളിത് കണ്ടിട്ടില്ലേ? ചില മനുഷ്യർ ഒത്തിരി സഹനങ്ങളും ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നു.
നമ്മളൊക്കെ ആ ജീവിതങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടും. കർത്താവേ, എങ്ങനെ എനിക്കെങ്ങാനോ വന്നെങ്കിൽ തീർന്നേനെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ചില മനുഷ്യരെ നോക്കിയിട്ട് ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനയുടെ അല്ല, നമ്മുടെ ജീവിതമാണ് നമുക്കറിയാം. ഒരു ശ്വാസം മുടാൻ പോലും അവസരം കിട്ടാത്തത്ര സഹനങ്ങൾ വരുന്നുണ്ട്. ആ ജീവിതങ്ങളൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും, കർത്താവേ, ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഒറ്റ ബോധമാണ് ഉള്ളിൽ പരിശുദ്ധാത്മ കൊടുത്തേക്കുന്നത്, നീ അല്ല. ആരാണ്? ഈശോ. എന്ന് വെച്ചാൽ എൻ്റെ കടം, എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ കണ്ണുനീരുകൾ, ഞാൻ അനുഭവിച്ച തെറ്റിദ്ധാരണകൾ, എന്നെ ആളുകൾ മനസ്സിലാക്കാതെ പോയത്, എന്നെ ആളുകൾ മാറ്റി നിർത്തിയത്, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട വീഴ്ചകൾ, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട മരണങ്ങൾ, ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഞാനല്ലടാ, ഈശോയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാനിത് ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ, ഞാനിത് ഏറ്റെടുത്ത് മുമ്പോട്ട് നടക്കാൻ ശ്രമിച്ചാൽ ഞാൻ തോക്കും, ഞാൻ തളരും. അതറിയാവുന്ന ഈശോ എനിക്ക് വേണ്ടി എല്ലാം ഏറ്റെടുക്കുന്നു. സങ്കീർത്തനം 10:14 നമ്മളിങ്ങനെ വായിക്കും, അവനെല്ലാം കാണുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് എല്ലാം ഏറ്റെടുക്കും, എല്ലാം ഏറ്റെടുക്കും. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ ദൈവം മോശയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജനം അവിടെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ അറിഞ്ഞു. അവരുടെ വേദന ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ അറിഞ്ഞു. ഇങ്ങനെ പറയുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിന്റെ കഷ്ടപ്പാട് കണ്ടവൻ, നിന്റെ കണ്ണുനീര് കേട്ടവൻ, നിന്റെ വേദന അറിഞ്ഞവൻ അതെല്ലാം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഏറ്റെടുത്തത് കൊണ്ടാണ് മക്കളെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഈ കുരിശിന്റെ ഭാരം മുഴുവനായിട്ട്, ഈ സങ്കടത്തിന്റെ ഭാരം മുഴുവനായിട്ട് ഈശോ അനുവദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി പോയനെ. നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഷെയർ ഈശോ നമുക്ക് തന്നു. ഈ കുരിശിന്റെ മറ്റേ അറ്റം ഈശോ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുക തന്നെ ചെയ്യും. കാരണം ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നീ വീഴാതിരിക്കാൻ വേണ്ടി അവൻ കുരിശിന്റെ വഴി നടന്നത് നീ ഓർക്കണം. നീ എഴുന്നേക്കാൻ വേണ്ടി അവൻ 3 തവണ മുട്ടെ കുത്തി വീണത് നീ ഓർക്കണം. നീ തളരാതിരിക്കാൻ വേണ്ടി അവൻ കുരിശിന്റെ ഭാരമെടുത്ത് മുമ്പോട്ട് നടന്നത് നീ ഓർക്കണം. നീ മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ കുരിശെ കയറിയത് നീ ഓർക്കണം. നീ ജീവിച്ചിരിക്കാൻ വേണ്ടി അവൻ ഉദ്ധാനം ചെയ്തത് നീ ഓർക്കണം. നീ ഇപ്പോഴും മുമ്പോട്ട് പോകാൻ വേണ്ടി അവൻ നിന്റെ കൂടെ ഉള്ളത് നീ ഓർക്കണം. നിന്റെ കൂടെ ഇരിക്കാനും തീവ്രമായിട്ടിരിക്കാനും അതിയായി ആഗ്രഹിക്കുന്ന ആ ഈശോയെ നീ അറിയണം. അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തിപ്പിടിച്ച കരങ്ങളെ നന്നായിട്ടൊന്ന് ഉയർത്തിക്കേ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും, തോറ്റുപോയ അനുഭവങ്ങൾ, നമ്മുടെ കണ്ണുനീരിന്റെ ഓർമ്മകളെല്ലാം, കുരിശിന്റെ ഭാരം, ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന. ശക്തിയോടെ സ്തുതിച്ചേ. ഈ കൺവെൻഷൻ പന്തലിലെ സകലരും കേൾക്കാവുന്ന സ്വരത്തിൽ ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. യേശുവെ ആരാധന 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 ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ക്ലപ്പ് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പിടികിട്ടി ഒരു 3 സ്റ്റേജ് എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവസാനത്തെ സ്റ്റേജിൽ പൗലോസ് ഇങ്ങനെ ഫിലിപ്പിയർക്ക് തന്നെ കത്തെഴുതും. ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്ന ഒരു വചനഭാഗമായിരിക്കും. ഫിലിപ്പി 1:21. ഉറക്കെ വായിക്കാവോ? അല്ലെ ഞാൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് അത് ബാക്കി കിട്ടും. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഉറക്കെ പറ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. നമ്മുടെ ആപ്തവാക്യമാണ്, നമ്മുടെ ആപ്തവാക്യമാണ്. കിട്ടുന്നുണ്ടോ? ഈ പാപിയുടെ, ഈ ഈശോ സ്വന്തമാക്കിയ ആളുടെ, ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ച ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ ഇതാണ്: എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കുന്നു. അവന്റെ സ്വന്തമായി ജീവിക്കുന്ന കാലത്ത് സഹനങ്ങളും വേദനകളും വരാം. പക്ഷെ ആ സഹനവും വേദനവും എൻ്റെ അല്ല. കാരണം ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇതിന്റെ അങ്ങേയറ്റം മരണം വന്നാലും എനിക്ക് ജീവിതം ക്രിസ്തുവായതുകൊണ്ട് മരണം വന്നാലും അതൊരു നേട്ടമാണ്. കാരണം എന്നോട് ചേർന്നിരിക്കാൻ തീവ്രമായി ആഗ്രഹിച്ച ഒരാളുടെ കൂടെ ഞാനിനി എന്നേക്കും ചേർന്നിരിക്കുന്ന സമയമാണ് എൻ്റെ മരണസമയം. മരണമേ, നിന്റെ ദംശനം എവിടെ? കിട്ടുന്നുണ്ടോ?
മരണം പോലും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മരണത്തെ പോലും വിജയമായി കാണാൻ പറ്റുന്നവനാണ് ഈശോയുടെ ശിഷ്യൻ, ഈശോയുടെ ശിഷ്യ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം മരണം പറയും നീ തീർന്നു എന്ന് പറയും, പക്ഷെ നമ്മൾ മരണത്തോട് പറയും തീർന്നതല്ലടോ, ഞാൻ എൻ്റെ അപ്പൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. കാരണം എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം അവന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സമയം. വലതുകൈ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് മരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പൊ ഒരു ഹല്ലേലൂയ എന്ന് പറയാൻ തോന്നില്ലോ. അങ്ങനെ ചേർന്നിരിക്കാൻ പറ്റൂ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? 55ാമത്തെ കൺവെൻഷൻ നമ്മൾ പൂർത്തിയാക്കാണ് നാളെ കൊണ്ട്. 56ാമത്തെ കൺവെൻഷൻ നമ്മളെല്ലാവരും ഉണ്ടാവോ അറിയില്ല. പക്ഷേ ആ മരണം എന്നും നിങ്ങളുടെ മുമ്പിൽ വന്നാലും അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറാവുക. തിന്മയോട്, പാപത്തോട്, അബദ്ധ ചിന്തകളോട്, എതിർ ചിന്തകളോട് ഒരു യുദ്ധത്തിന് തയ്യാറാവുക. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതെ നിന്നാൽ രക്ഷപ്പെടും, അതെ നിന്നില്ലെങ്കിൽ താഴെ പോകും. അവൻ്റെ മേലോ അവനെ കൂടാതെയോ മറ്റൊരു അടിസ്ഥാനം ആർക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അടിസ്ഥാനത്തിന് പിന്നാലെ പോവാതിരിക്കുക. യേശുക്രിസ്തുവിനെ, നിന്റെ രക്ഷകനെ, നിനക്ക് ജീവൻ തരാൻ പറ്റുന്നതിനെ, അത് സമൃദ്ധമായി തരാൻ പറ്റുന്നതിനെ മാത്രം മുമ്പിൽ കാണുക. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ പാറമേൽ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആ പാറമേൽ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പൗലോസ് തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഇതാണ് ഈശോ പോലെ ആയിത്തീരുക. മരണം വന്നാലും അതൊരു നേട്ടം. കൊരിന്തോസ്യർക്ക് 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാം വാക്യം പൗലോസ് ഇങ്ങനെ പറയും, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഇവിടെ ഇരിക്കുന്ന സകലരും, മാതാപിതാക്കൾ പ്രത്യേകിച്ച്, ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വേദപാഠം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷം ഇതാണ്. മക്കളെ നോക്കി, നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെ നോക്കി അഭിമാനത്തോടെ, കളങ്കമില്ലാതെ, ആത്മവിശ്വാസത്തോടെ ഇത് പറയാൻ പറ്റണം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ നോക്കി പഠിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയാൻ പറ്റുമ്പോൾ നമുക്ക് കൺവെൻഷനുകൾ അവസാനിപ്പിക്കാം. അങ്ങനെ പറയാൻ പറ്റുമ്പോൾ നമുക്ക് വേദപാഠ സിസ്റ്റം തന്നെ വേണ്ട. കാരണം ജീവിക്കുന്ന എല്ലാവരും ഈശോയായിട്ട് ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിത് കേൾക്കേണ്ടതിനേക്കാൾ അപ്പുറമായി ജീവിക്കേണ്ട സുവിശേഷം ഇതാണ്, ക്രിസ്തുവായി ജീവിക്കുക. ബിക്കം ക്രൈസ്റ്റ്, ഈശോയെ പോലെ ആയിത്തീരുക. പലതരം പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യോഗ്യതയില്ലെന്ന് ചിന്തിക്കരുത്. യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കും. ചാടി എഴുന്നേറ്റ്. ഈശോയുടെ സ്വന്തമായവരെല്ലാം ചാടി എഴുന്നേക്ക്. അയ്യോ ഉരുണ്ടെഴുന്നേക്കാതെ ചാടി എഴുന്നേറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് തുടർന്ന് റാപ്സർച്ചൻ്റെ ശുശ്രൂഷയും ഇന്നത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ഇത് മാത്രമാണ്. ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുക. നേടിയതിൻ്റെ അഭിമാനത്തോടെ അല്ല, നേടിയെടുത്ത സ്റ്റാറ്റസ്, കുടുംബ പാരമ്പര്യം, പൈതൃകം ഒന്നുമല്ല. നമുക്ക് തലയുയർത്തിപ്പിടിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ വിലയില്ല, വീട്ടുകാരുടെ മുമ്പിൽ വിലയില്ല. എൻ്റെ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തേക്കുന്ന രണ്ടുപേരെയും കൈ പിടിച്ചു. ഈശോയുടെ സ്വന്തമായവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ആ കൈ പിടിച്ച് നന്നായിട്ട് ഉയർത്തി പിടിച്ച്. ഇതാണ് സ്വർഗീയ സഭയുടെ മുന്നാസ്വാദനം. സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് ഇതേ ഉള്ളു പണി കേട്ടോ. കരങ്ങളെ ചേർത്ത് പിടിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ പാപികളാണ്, നിങ്ങളും പാപികളാണ്, ഞാനും പാപിയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പൊതു ഐഡന്റിറ്റി യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഇങ്ങ് നന്നായിട്ട് ഉയർത്തി പിടിച്ചു. കണ്ണുകളൊന്ന് ശാന്തമായിട്ട് അടച്ചേ. ഈശോ നൽകിയ വലിയൊരു ജീവിതത്തിന് നന്ദി പറയുക. എല്ലാ സഹനങ്ങളിലും നമ്മളെ കൈവിടാതെ നമ്മുടെ കൂടെ നിന്ന അപ്പന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, ധൈര്യത്തോടെ ജീവിക്കാൻ, വിശുദ്ധരിലും രക്തസാക്ഷികളും ഉണ്ടായിരുന്ന ആ ആത്മധൈര്യത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക, വലതുകരം നിർത്തി പിടിച്ച് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സകലതയും, എന്തെങ്കിലും ചെറുതോ വലുതോ ആയ എല്ലാ ശുശ്രൂഷകളും, തിരുസഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ മക്കളെയും, ലോകമെമ്പാടുമുള്ള എല്ലാ ശുശ്രൂഷകരെയും
ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. ഉറക്കെ ചൊല്ലിക്കേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധരെ മാലാഖമാരെ, ഈശോയുടെ പ്രിയപ്പെട്ട 12 അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പൗലോസ്ലിഹായെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊരു 3 പേർക്ക് സ്തുതിയല്ലാവോ? അടുത്തിരിക്കുന്ന ഒരു 3 പേർക്ക് സ്തുതിയല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.